ഹായ് എവരി വൺ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 ഒരു അവലോകനമാണ്. എന്ന് വെച്ചാൽ ഡേ 1 മുതൽ ഇന്നലെ വരെ നടന്ന ലാലേട്ടൻ്റെ ഹോട്ടൽ ടാസ്ക് ബേസുമായിട്ടുള്ള ഇന്നലെ വരെ നടന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു അവലോകനമാണ്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്താണ്, നിങ്ങളെ ബോറടിപ്പിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഡേ 1 മുതൽ ഇപ്പോൾ നടന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഒരു റിവ്യൂ പോലെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം കൂടുതൽ വലിച്ച് നീട്ടണമല്ല, ഞാൻ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ബിഗ് ബോസ് സീസൺ 6 സാധാരണ ഈ കഴിഞ്ഞ 1 മുതൽ 5 വരെയുള്ള സീസണിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡിഫറൻ്റ് ആണ്. കുറച്ച് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എന്ന് വെച്ചാൽ ഈ വീക്കിൽ തന്നെ 19 പ്ലേയേഴ്സാണ് വന്നത് ഒന്നാമത്തെ. പിന്നെ മാത്രമല്ല 2 കോമണറും ഉണ്ട് ഈ വീക്കിൽ. പിന്നെ പവർ ടീം എന്ന് പറഞ്ഞൊരു പുതിയൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ സീസണിൽ ഒന്നിലും വരാത്ത സംഭവമാണ് പവർ ടീം. പവർ ടീം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് എന്ന് വെച്ചാൽ ആ ക്യാപ്റ്റനേക്കാളും കൂടുതൽ അധികാരമുള്ളത് പവറുള്ള ഒരു ടീമാണ് പവർ ടീം എന്ന് പറഞ്ഞാൽ. ആ വീടിൻ്റെ ഓണേഴ്സ്, റിയൽ ഓണേഴ്സ്, ശരിക്കും പറഞ്ഞാൽ റിയൽ ഓണേഴ്സ്, വീടിൻ്റെ ഓണർ സ്വന്തം അവരുടെ കീഴിലാണ് വീട് ഇരിക്കുന്നത്. ഭരണമല്ല അവരുടെ ഇല്ല. എന്നാൽ ക്യാപ്റ്റനേക്കാളും മുകളിൽ ഈ കഴിഞ്ഞ സീസൺ വരെ 1 മുതൽ 5 വരെയും സീസൺ നോക്കിയാൽ ക്യാപ്റ്റനാണ് ഹെഡ്. ക്യാപ്റ്റൻ പറയാൻ അനുസരിക്കാൻ പാടുള്ളൂ. ക്യാപ്റ്റനാണ് ഓരോ റൂള് കൊണ്ടുവരുന്നത്, എല്ലാ ക്യാപ്റ്റനാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ക്യാപ്റ്റന് ഒരു സ്ഥാനമുണ്ട്, പവർ ടീം സ്ഥാനമുണ്ട്. ഇപ്പോൾ ക്യാപ്റ്റന് ചില കാര്യങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാപ്റ്റനായിരിക്കും. പക്ഷേ പവർ ടീം എന്ന് പറയുമ്പോൾ ഓൾ ഓവർ ഒരു റൂള് കൊണ്ടുവന്നെങ്കിൽ പവർ ടീമാക്കി കൊണ്ടുവരുന്നത്. റൂൾ ചേഞ്ച് ചെയ്യാൻ പറ്റും പവർ ടീമിന്. എന്ത് വിചാരിച്ചാലും നടക്കാൻ പറ്റും. നമുക്ക് ഡയറക്റ്റ് നോമിനേഷൻ ഇടാം, ജയിൽ നോമിനേഷൻ ഡയറക്റ്റ് ഇടാം. പവർ ടീമുള്ള ആൾക്കാർക്ക് സേഫ് ആക്കി നോമിനേഷൻ ഇടാൻ പറ്റില്ല. ഒരു കാര്യത്തിൽ അവരാർക്കും ചൂസ് ചെയ്യാൻ പറ്റില്ല. ജയിലാണെങ്കിലും എവിക്ഷൻ ലിസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർക്ക് പല എന്ന് വെച്ചാൽ ഈ ഫുഡ് ആണെങ്കിൽ അവർ പറഞ്ഞ ഫുഡ് അവർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക. അവർക്ക് റൂമുണ്ട്, സ്പെഷ്യൽ റൂമുണ്ട്. ആ റൂമിലേക്ക് പുറത്തുള്ള ആരെയും കയറ്റില്ല. ഒരു റെസ്ട്രിക്റ്റ് ഏരിയയാണ് ആ റൂമിൽ, പുറത്തുനിന്ന് ആരെയും കയറ്റില്ല. അതാണ് പവർ ടീം എന്ന് പറഞ്ഞത്. പക്ഷേ കുറച്ചും കൂടി പവർ ഇന്ന് സീസൺ 5 വരെ പവർ ടീം സംഭവം ഇല്ല. ഓരോരുത്തേക്കും ഓരോ ടീം വൈസ് ആയിട്ടാണ് വന്നത്. പക്ഷെ ഇതിൽ പവർ ടീം ഇല്ല. പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ ടീമുകൾക്ക് ഇപ്പോൾ ഒരു പേര് വന്നിട്ടുണ്ട്, നെക്സ്റ്റ് ഡെന്നി ടണൽ. 3 ടീമുകളാണ്. പിന്നെ പവർ ടീം. പക്ഷെ കഴിഞ്ഞ സീസൺ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പേരോ ഒരു സംഭവം ഇല്ല. അവർ ടീം എന്ന് പറയുള്ളൂ, അല്ല പേര്. പിന്നെ അവർക്ക് വേണ്ടി പേര് ഇടാം, അല്ലാണ്ട് ഇതുപോലെ നെക്സ്റ്റ് ഡെന്നി ടണൽ അങ്ങനെയൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഡേ 1 വെച്ച് നോക്കിയാൽ 19 പേരാണ്. 19 പേരെന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. പലരും നല്ല ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സും നല്ല കാലിബറുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് വീക്കിൽ തന്നെ ക്യാപ്റ്റനായ നമ്മുടെ അർജുനാണ് ക്യാപ്റ്റനായത്. പവർ ടീമിൽ കയറിയത് ഗബ്രി, ജാൻമണി, നിഷാന, ശ്രീരേഖയാണ് നമ്മുടെ ഫസ്റ്റ് വീക്കിൽ തന്നെ കയറിയ ടീമുകൾ. അപ്പോൾ ഡേ 1 നോക്കിയാൽ നമുക്ക് ആദ്യം തന്നെ ഒരു പ്രശ്നം കാണാൻ പറ്റുമായിരുന്നു. ഡേ 1 തന്നെ എന്ന് വെച്ചാൽ രതീഷിനെ പലർക്കും പല കാര്യങ്ങൾ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം രതീഷ് എന്ന് പറഞ്ഞത് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് മെയിനായിട്ട്. അതാണ് പുള്ളിക്കാരെ പറ്റിപ്പോയത്. ഫസ്റ്റ് വീക്കിൽ തന്നെ പോയ ഒരാളാണ് രതീഷ്. ഒരു ഐഡിയ ഇല്ലാണ്ട് വന്നത് വെച്ചാൽ ഡേ 1 തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ പ്രശ്നം കാരണം ജാൻമണിയോട് വഴക്കുണ്ടാക്കി. ഗ്യാസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യമില്ല. ചെയ്യുമ്പോൾ ഗ്യാസിൽ നിന്ന് കത്തിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം തന്നെ വീടിനകത്ത് സിഗരറ്റ് ഗ്യാസിൽ നിന്ന് കത്തിക്കരുത്, ലൈറ്റൊന്ന് കത്തിക്കണം. ഒന്നാമത്തെ കാര്യം അത് തെറ്റാണ്. അതിപ്പോൾ ആർക്ക് വേണ്ടി ചോദ്യം ചെയ്യാൻ ലാലേട്ടൻ ചോദിച്ച് പറഞ്ഞു വാണിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇയാൾ അവിടെ കൊണ്ടുവന്നത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അയാൾ അവിടെ ഒരു കാര്യം തലപിടിച്ചത്. പക്ഷെ അയാൾ പറഞ്ഞ കാര്യമാണ് എനിക്ക് കോമഡി ചെയ്യുന്നത്. വീട് കത്തിപ്പോവും, പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറയുന്നത്. ഗ്യാസിൽ നിന്ന് ഇപ്പം നമ്മൾ ഗ്യാസ് കത്തിക്കുമ്പോൾ നമുക്ക് പുറത്ത് തീ കത്തിക്കാനാണല്ലോ, എന്താണേലും പേപ്പർ ചുരുട്ടിയുടെ ഗ്യാസിനവിടെ കത്തിച്ച് കൊണ്ടുപോകില്ല നമ്മൾ എന്താണേലും. പക്ഷെ അത് സിഗരറ്റ് ഒന്ന് കത്തിച്ചു ഗ്യാസ് പൊട്ടിത്തെറിച്ച് 19 പേര് മരിച്ചു. അതൊക്കെ ഒരു ഓവർ കാര്യമാണ്. അവിടെ അയാൾക്ക് നെഗറ്റീവ് വന്നതാണ് എല്ലാവരും വെച്ച്. പിന്നെ അത് മാത്രമല്ല ഒരു കാര്യമില്ലാണ്ട് ഒരു റീസൺ ഇല്ലാണ്ട് വെറുതെ ഒച്ചെടുക്കുക, തല്ലുപിടിക്കുക. ഇപ്പം നമുക്കൊരു തല്ലുപിടിക്കണം, ഒരു ഫൈറ്റ് ഉണ്ടാവും. പക്ഷെ അതിനൊരു ബാക്കിലൊരു റീസൺ ഉണ്ടാവും. ഏതൊരു ഫൈറ്റ് ആണെങ്കിലും ഇപ്പം ബിഗ് ബോസ് ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നാണെങ്കിലും എന്താണെങ്കിലും ഒരു ഫൈറ്റ് ഉണ്ടാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. ഇയാളൊരു കാരണം ഇല്ലാണ്ട് എന്തിന് വേറെ ആൾ സംസാരിക്കാൻ ഇടയിൽ പോയിട്ട് അവിടെ നിന്ന് തല്ലുപിടിക്കും. എന്നിട്ട് പറയും ഞാനിവിടെ ഒറ്റക്ക് കളിക്കാൻ വന്നതാണ്, ഞാൻ ഒറ്റക്ക്, ഇവർ ബാക്കിയെല്ലാവരും എൻ്റെ എതിരാളികൾ. അങ്ങനെയൊക്കെയാണ് ഇയാളുടെ ഒരു ചിന്ത. ഒരു ഐഡിയ ഇല്ലാണ്ടാണ് അത് ഇയാൾ തന്നെ പറഞ്ഞ്. രതീഷ് ഔട്ടായ സമയത്ത് തന്നെ ലാലേട്ടടുത്തും പറഞ്ഞ്, പ്രേക്ഷകരടുത്തും പറയണ്ടായിരുന്നു, എല്ലാ കണ്ടസ്റ്റൻസിനോടും പറയേണ്ടത് എനിക്കൊരു ഐഡിയ ഇല്ലാണ്ട് വന്നത്, ഇനിയൊരു അവസരം തരുമെങ്കിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്നൊക്കെ പറഞ്ഞു പോയി.
അതാണ് പുള്ളിക്കാരന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. എന്നുവെച്ചാൽ ജാൻമണിയുടെ പ്രശ്നം ആ വീട്ടിലുള്ള പകുതി മുക്കാൽ പേരായിട്ട് ഒരാൾ തല്ലുപിടിച്ചിട്ടുണ്ട് ഒരു ഫസ്റ്റ് വീക്ക് തന്നെ. പിന്നെ ജയിലിന് നോമിനേഷൻ, ജയിലിലേക്ക് പോവേണ്ടി വന്നു ഇയാൾക്ക്. ജിൻഡോയും വന്ന് ഇയാളും വന്ന്. അതാണ് ഈ ജിൻഡോനെ പിന്നെ പവർ ടീം ഡയറക്റ്റ് ഇട്ടതാണ്. പിന്നെ രതീഷിനെന്ന് പറഞ്ഞാൽ എന്താണ്, ജിൻഡോ പിന്നെ ഫസ്റ്റ് 2 വീക്ക് കുറച്ച് എന്നൊക്കെ മോശമായിരുന്നു ആള് പുള്ളിക്കാരൻ, അതെല്ലാം അറിയാം. പിന്നെയാണ് ആളുടെ ഒരു കാലിബറും പവറും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നത്. ഫസ്റ്റ് 2 വീക്ക് ആള് ഒരു ഡൗൺ ആയിരുന്നു. പിന്നെ രതീഷിൻ്റെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരുമിച്ച് തിരഞ്ഞെടുത്ത കാര്യമാണ് രതീഷ്. ഒരു കാര്യമില്ലാണ് തല്ലുപിടിക്കല്, ഇടയ്ക്ക് സംസാരിക്കുക. പിന്നെ സുരേഷിനായിട്ടുള്ള ഒരു ഉമ്മമ്പക്കൽ പ്രശ്നം, ഈ ജാൻമണീനെ ഉമ്മം വെച്ച് പ്രശ്നം എന്ന് പറയുമ്പോൾ അവകാശമില്ലാണ്ട് ഒരാളെ കയറി കെട്ടിപ്പിടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഈ രതീഷ് തന്നെ ഈ സുരേഷിനടുത്ത് പോയി ഒരു അവകാശമില്ലാണ്ട് 5 ഉമ്മും ഇതൊക്കെ വെച്ച് ഇപ്പോൾ ആ പ്രശ്നം ഉണ്ടായി. അങ്ങനത്തെ പ്രശ്നം എല്ലാം കൂടി അയാളെ തലക്ക് വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞ് പെട്ടിയായിട്ട് ഇറങ്ങിപ്പോയി തിരിച്ചു വരിക. ബിഗ് ബോസ് ആണെങ്കിൽ ഗേറ്റ് തുറന്നു കൊടുത്തില്ല, തിരിച്ചു വരിക. ഇയാളെ കാരണം കുറേ പോയിന്റ്സ് പോയി, ഉറങ്ങിയിട്ട് പോയിന്റ്സ് പോയി, അങ്ങനെയൊക്കെ കുറേ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ലാസ്റ്റ് ഡേ 5 എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസം ലാലേട്ടൻ മുന്നേ തലേ ദിവസമാണ് ഞാൻ ജയിലിൽ പോയത്. പിന്നെ ലാലേട്ടൻ വന്ന് പിറ്റേ ദിവസം ലാലേട്ടൻ വന്ന് ശനിയാഴ്ച വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി. ഞായറാഴ്ച ഫസ്റ്റ് വീക്കിൽ തന്നെ പുള്ളിക്കാരൻ പോയി. അപ്പോൾ ഇതായത് ഫസ്റ്റ് വീക്കിലത്തെ ഇവരുടെ കാര്യങ്ങൾ. സെക്കൻഡ് വീക്ക് ആയപ്പോൾ നമ്മുടെ ഗബ്രി ജാസ്മിൻ ലവ് കോംബോ സ്റ്റാർട്ടായി വന്നത്. അവിടെ നമുക്ക് കാണുമ്പോൾ ഒരു ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലവ് കോംബോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും താല്പര്യമുള്ള കാണാനും അവരുടെ ഇതൊക്കെ അവർക്കും അത് ഗുണം ചെയ്യും. അവർക്ക് കുറച്ചും കൂടി പിടിച്ചു നിൽക്കാനും കുറച്ച് സപ്പോർട്ടിന് ആൾക്കാർ കിട്ടുകയും ചെയ്യും നല്ലപോലെ. അപ്പോൾ ലവ് കോംബോ വന്നപ്പോൾ വേറെ പ്രശ്നം ഉണ്ടായിരുന്നു, പുറത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ജാസ്മിൻ എന്ന് പറഞ്ഞത് വേറൊരാളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് വന്നിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ പല ആൾക്കാർ മിക്ക ന്യൂട്രൽ ഓഡിയൻസിനും ഇത് ഭയങ്കര അക്സെപ്റ്റ് ആയിരുന്നില്ല. പിന്നെ അവിടെ മാത്രമല്ല അവിടെ പറയുന്നത് നമ്മൾ ലവേഴ്സൊന്നും അല്ല, നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സാണ്. പക്ഷെ അവരെ കാട്ടാൻ കാണിക്കുമ്പോൾ ലവേഴ്സിനെ പോലെ തോന്നുള്ളൂ. ഞാനിത് വലുതായിട്ട് നീട്ടി പറയാനുള്ള എല്ലാവർക്കും പറഞ്ഞ കാര്യമാണ്. അവിടെ മുതൽ കുറച്ച് നെഗറ്റീവ് വന്നു തുടങ്ങി ഇവർക്ക്. ഇത് ശരിക്കും ഒരു കോംബോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അപ്പുറത്ത് ലവേഴ്സൊന്നുമില്ല, ഇവരകത്തുനിന്ന് ലവർ എന്ന് പറഞ്ഞ് ഇഷ്ടമെന്ന് പറയുക, സ്വയം ഇഷ്ടമെന്ന് പറയുക. ഇവർ ഇഷ്ടമെന്നൊന്നും പറയണമില്ല, ഇവർ നല്ലൊരു ഫ്രണ്ട്സാണ്. പക്ഷെ ഇവർ രാത്രി ഒരുമിച്ച് കിടക്കും, പുറത്തിരിക്കും, കെട്ടിപ്പിടിച്ചിരിക്കും, ഉമ്മം വെക്കും, ആ ഒരു ഇതൊക്കെയാണ്. ഉമ്മക്ക് പറഞ്ഞാൽ അവരെ ഫ്രണ്ട്ലിയിൽ അവർ പറയണം കേട്ടോ, എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല അങ്ങനെ. പിന്നെ അത് മാത്രമല്ല ശ്രീതും അർജുനും ഒരു കോംബോ ഉണ്ട്. പക്ഷെ അവർ ഇത്രക്കും ആൾക്കാർ വെറുപ്പിച്ച് ഇവരെ കുറേ വെറുപ്പിക്കണമായിരുന്നു ഈ ജാസ്മിൻ്റെയും ഗബ്രീൻ്റെ കോംബോ. ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ, ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൊതുവേ ഉള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ ശ്രീതു അർജുൻ കോംബോ അതാണ് കുറച്ചും കൂടി ഗബ്രി ജാസ്മിനേക്കാളും കോംബോനെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ശ്രീതു അർജുനാണ്. നിങ്ങൾക്ക് ഏത് കോംബോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തു. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോക്കി എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പ്ലെയർ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എന്നുവെച്ചാൽ ആരെ പേടിയില്ല, ആരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഒറ്റയ്ക്ക് കളിക്കുക, ഒറ്റയ്ക്ക് ചെയ്യുക. എന്നുവെച്ചാൽ ഈ റോക്കിനോട് ആർക്കും അധികം കണക്ട് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കമ്പനി കൂടാൻ വെച്ച ടാസ്ക്കാണ്. വെച്ചാൽ റോക്കിനോട് ഏറ്റവും കൂടുതൽ കമ്പനി കൂടിയ ഒരാളെന്ന് പറഞ്ഞാൽ ഋഷിയായിരുന്നു കൂടുതലും. എന്ന് വെച്ചാൽ റോക്കി സിജോനെ ഇടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഋഷിയായിരുന്നു. വെച്ചാൽ റോക്കി പോകും ചോദിച്ചിട്ട്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കമ്പനി. പക്ഷേ റോക്കിയുടെ അധികം നമുക്കൊന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റില്ല, വെച്ചാൽ അധികം അലിയാൻ പറ്റൂല. ഇച്ചിരി കൂടി ആളെ ക്യാരക്ടർ കുറച്ച് ഹാർഡ് ക്യാരക്ടറാണ്. ദേഷ്യക്കാരനല്ല, പുള്ളിക്കാരൻ പെട്ടെന്ന് നടക്കൂല, പിന്നെ ദേഷ്യം അയാൾക്ക് മുമ്പിൽ ഇങ്ങനെ പൊട്ടം കളിയൊക്കെ കളിച്ചാൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കും. അയാളെന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്നൊക്കെ ദേഷ്യം പിടിക്കും. ചിലവരൊക്കെ അത് ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. അയാളെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടി നല്ലൊരു പവർ ഗെയിം വൈസാണ്, എല്ലാ വയസ്സാണ്, നല്ല സംസാരിക്കും, ആരെ പേടിയില്ല, എന്താണേലും മുഖത്ത് നോക്കി പറയും. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആരും ഒരു മനസ്സിൽ വെച്ചുകൊണ്ടൊന്നുമില്ല, മുഖത്ത് നോക്കി പറയുകയും ചെയ്യും, എല്ലാം ചെയ്യും. പിന്നെ സിജോനോട് നല്ല കമ്പനിയായിരുന്നു. എന്നിട്ട് അതാണ് ഏറ്റവും പറ്റിപ്പോയത് ഇവർക്ക്. എന്ന് വെച്ചാൽ അയാളൊരു പ്രൊവോക്കേഷൻ കാരണം ഇയാൾ ഇടിച്ച് ഒരു കാരണം വെച്ച് ഇടിക്കാൻ പാടില്ല. ഒന്നാമത് ഇത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോം സിജോക്ക് തിരിച്ചിടിക്കാൻ അറിയാത്തല്ല. സിജോ പക്ഷെ ചെയ്തില്ല. അവനിടിച്ചാൽ പിന്നെ എന്ത് പറയാനാണ്, നല്ല ഇടിക്കറിയാത്തൊന്നുമല്ല സിജു. ആ റോക്കിനെക്കാളും നല്ല ഇരട്ടി ശരീരവും ഹൈറ്റും എല്ലാം ഉള്ള സിജു മനപ്പുറം ഇടിക്കാത്ത എല്ലാം മിണ്ടാണ്ടി നല്ല പേടിച്ചിരുന്നതല്ല, അത് വേറെ കാര്യം. അപ്പോൾ റോക്കിക്ക് അവിടെ കുറേ ആ ഒരു നെഗറ്റീവ് വന്ന്, പുറത്തൊരു നെഗറ്റീവ് വന്ന്, ആ വീടിന് നെഗറ്റീവ് വന്നു. ഒന്നാമത് റോക്കിനെ വലിയ ആൾക്കാർക്ക് വലിയ മടുപ്പില്ല. എന്നുവെച്ചാൽ റോക്കി കൂടുതലും ഫൈറ്റ് ചെയ്യുന്നത് ഗബ്രി ജാസ്മിൻ ഇവരായിട്ടാണ്. ഗബ്രീനായിട്ട് കുറേ ഫൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇടിക്കും എന്ന് പറഞ്ഞു. ഗബ്രി ഒരു പ്രാവശ്യം ഒന്ന് തൊട്ടെങ്കിൽ ഇപ്പോൾ സിജോക്ക് കിട്ടേണ്ട അടി ഗബ്രി കിട്ടേണ്ട അടിയായി പോയേനെ ഒരു പ്രാവശ്യം തൊട്ടെങ്കിൽ. എന്നുവെച്ചാൽ ഇപ്പോൾ ഗബ്രി ബോൾ എറിയുന്നൊക്കെ പറയുമ്പോൾ ഒരു മൈൻഡിലാണ്ട് ഒരു ബോളൊക്കെ എറിയാണ്ടില്ലേ, ഒരു പേടിയില്ല, കൂടുതലില്ല. അതുപോലെ അവിടുത്തെ
ഒരു സാധനമൊക്കെ അടിച്ച് പൊട്ടിച്ച് കൈ വെച്ച് കടിച്ച് പൊട്ടിച്ച് കൈയൊക്കെ പൊട്ടി. അതാണ് റോക്കി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, അടിപൊളി ക്യാരക്ടറാണ്. പക്ഷേ ആൾക്ക് ഒരു സെൽഫ് കൺട്രോൾ ഇല്ല. എന്താണേലും ദേഷ്യമാണേലും എന്താണ് സെൽഫ് കൺട്രോൾ ഇല്ലാണ്ടേ പോയി, അതാണ് പറ്റിപ്പോയത്. അല്ലെങ്കിൽ ഈ ടോപ്പ് 5 വരെ എന്ന് പറയേണ്ട ഒരാൾ തന്നെയായിരുന്നു വെച്ചാൽ നല്ല ഫാൻ സപ്പോർട്ടും എല്ലാം ഉണ്ടായിരുന്നു. ഒരു തേർഡ് വീക്ക് ആയപ്പോഴത്തേന് ആൾ പോയി. പക്ഷെ അവിടെ സിജോൻ്റെ ഉണ്ടായ പ്രശ്നം കാരണം സിജോക്കും ആ ഒരു നഷ്ടപ്പെട്ടു പോയി, അത്ര വീക്കും പോയി. തിരിച്ചു വന്നെങ്കിലും എന്നാലും പുള്ളിക്കാരി ജീവിതത്തിൽ കിട്ടുക വെച്ചാൽ അത്രക്കും ഭയങ്കര വേദന അനുഭവിക്കുന്നത്. പല്ല് പോയി, അവിടെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇത്ര കിടന്ന് എത്ര ദിവസം കിടന്ന്, ഇവിടെ സ്റ്റിച്ച്, ഓപ്പറേഷൻ, സർജറി എന്തൊക്കെയാണ് സംഭവിച്ച്. സിജോക്ക് കംപ്ലൈന്റ് ഇല്ല എന്ന് പറഞ്ഞ് സിജോണ് അതിൽ തുടക്കം ഇട്ട സിജോണ്. അപ്പൊ റോക്കിക്കും കംപ്ലൈന്റ് ഇല്ല. റോക്കി സോറി പറഞ്ഞ് കുറെ മാപ്പ് പറഞ്ഞ്. പിന്നെ മാപ്പുണ്ട് കാര്യമില്ലല്ലോ, അയാളുടെ അതത്രയും വലിയ ഇഷ്യൂ ആയിട്ട്. ഇതിപ്പോ പുറത്താണ് നടന്നെങ്കിൽ ഭയങ്കര ഇതായിപ്പോ ഇടിയായനെ. ഇത് വീടായോണ്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ കുറേ ഇഷ്യൂ വന്ന്. പിന്നെ പുറത്ത് ഈ എന്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഗബ്രി ജാസ്മിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ സിജോ റോക്കി അങ്ങനെ വന്നപ്പോൾ എന്താണ് TRP കുറഞ്ഞു വരണ്ട. നെഗറ്റീവ് കമൻറ്റ് ഭയങ്കര നെഗറ്റീവ്. പിന്നെ വെച്ചാൽ ഈ സീസണിലെ ഏറ്റവും പൊട്ട സീസൺ ഇതാണ്. കുറേ ഇങ്ങനത്തെ സീസൺ കാണാൻ പറ്റില്ല, ഫാമിലി കാണാൻ പറ്റില്ല. പിന്നെ തെറിവിളി, ജിൻഡോ ഗബ്രീൻ്റെ തെറിവിളി, എന്ത് തെറിവിളിയായിരുന്നു ഇവർ. ജാസ്മിനായിട്ടുള്ള ജിൻഡോയുടെ പ്രശ്നം, പിന്നെ റസ്മിനായിട്ടുള്ള പ്രശ്നം. ജിൻഡോ കുറച്ച് തളർന്നു കേട്ടോ ആ സമയത്തൊക്കെ, ഭയങ്കരമായിട്ട് പോയി. അങ്ങനെ റേറ്റിംഗ് കുറഞ്ഞ് വന്ന സമയത്താണ് ബിഗ് ബോസ് വേറെ സംഭവിച്ചത്, വൈൽഡ് കാർഡ് എൻട്രി. അവിടെ രക്ഷകനായിട്ട് വന്ന ടീമുകളായിരുന്നു ഈ 6 പേര്. രണ്ട് അഭിഷേകും, സിബിനി, നന്ദന, സായ്, പൂജ. ഞാൻ ഒന്നും പറയാനില്ല. ശരിക്കും പറയും ഇവർ വന്ന ശേഷമാണ് ശരിക്കും ബിഗ് ബോസ് ഒന്ന് വീട് ഉണർന്നത്. മെയിൻ എന്ന് പറഞ്ഞാൽ സിബിനി. അതിലെ 100% കൊടുക്കേണ്ട സിബിനാണ്. എന്നുവെച്ചാൽ ഈ സിബിന് എന്ത് അടിപൊളിയാണ്, പ്ലെയർ വൈസ് ആണേലും സംസാരിക്കാനാണേലും ഒരു എൻ്റർടൈൻമെൻറ്റ്, അടിപൊളി എൻ്റർടൈൻമെൻറ്റ് സിബിനുണ്ട്. കോമഡി പരിപാടിയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് സിബിനാണ്. എന്നുവെച്ചാൽ അവർ വന്ന ശേഷം ഭയങ്കര TRP കൂടി. സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏത് സീസണിലാണ് TRP കൂടുതലെന്ന് വെച്ചാൽ ഈ സീസണാണ് ഏറ്റവും TRP കിട്ടിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് റേറ്റിംഗ് എല്ലാം കിട്ടിയിരിക്കുന്നത് ഈ സീസൺ തന്നെയാണ്. അത് പലർക്കും വിശ്വാസം ഉണ്ടാവില്ലേക്ക്. ഏറ്റവും നെഗറ്റീവ് വന്ന സീസണുമാണ്, പക്ഷേ ഏറ്റവും TRP ഒരു സീസണാണ്. ഇവരുടെ ഒരു വൈൽഡ് കാർഡ് എൻട്രി വന്നോടെ എന്ന് വെച്ചാൽ ഈ ഇവർ പുറത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ ഇവർക്ക് അഭിപ്രായം ഉണ്ടാവും, ഈ അകത്തുള്ളവരുടെ ഗെയിമിനെ കുറിച്ചൊക്കെ അഭിപ്രായം, അതെങ്ങനെയായിരിക്കും പറയുന്നത്. പക്ഷെ ഇവരൊക്കെ അടിച്ചു പൊളിച്ചാണ് സത്യം പറഞ്ഞില്ലേ. ആ സിബിനൊക്കെ എന്ത് അടിപൊളിയാണ് എല്ലാ വയസ്സും. ആ സിബിൻ്റെ പവർ ടീം എന്ത് അടിപൊളി പവർ ടീം. സിബിന്, ശരണ്യ, ജാൻമണി, പൂജ, അവരൊക്കെ അടിപൊളി പവർ ടീമായിരുന്നു. പിന്നെ ജിൻഡോയുടെ ക്യാപ്റ്റൻസി, ഇവർ ഒരുമിച്ചായിരുന്നു ഒരു ടീം പോലെ ബിഗ് ബോസ് വീട് മുൻപോട്ട് കൊണ്ടുപോയി. അതിൽ അകപ്പെട്ടു പോയത് നമ്മുടെ ജാസ്മിനും ഗബ്രിയായിരുന്നു അകപ്പെട്ടു പോയത്. ശരിക്കും അവർക്കിട്ട് നല്ലൊരു കൊട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർ. അവർക്കിട്ട് കൊട്ട് എന്ന് വെച്ചാൽ അപ്പോൾ പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര വെച്ചാൽ ഇവർക്ക് നെഗറ്റീവ് ഉള്ളവർക്ക് ഒരു കൊട്ട് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. കുറേ പേര് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് നല്ലപോലെ TRP കിട്ടി, നല്ല റേറ്റിംഗ് കിട്ടി, നല്ല ഒരു അഭിപ്രായം വന്നൊരു വീടായിരുന്നു. എന്നിട്ട് പെരുന്നാളാണെങ്കിലും വിഷു ആണെങ്കിലും അടിപൊളിയായിട്ട് പോയി. അപ്പോൾ അവിടെ എന്താണ് ആ വീക്ക് പോയ ശേഷമാണ് കുറച്ചൊന്ന് ഡൗൺ ആയിട്ട് വീണ്ടും സിബിൻ്റെ പ്രശ്നം, സിബിനും ജാസ്മിനും ഉണ്ടായ പ്രശ്നങ്ങൾ, ആ ജാസ്മിനെ കാണിച്ച തെറി വിളിച്ച കാര്യങ്ങൾ, പിന്നെ അങ്ങനെയൊക്കെ വന്നപ്പോൾ സിബിൻ ഡൗൺ ആയിപ്പോയി. എന്നുവെച്ചാൽ ഒരുപാട് എന്നുവെച്ചാൽ ഈ പുള്ളിക്കാരൻ നല്ല പൊസിഷൻ വെച്ചാൽ ഭയങ്കര പ്രേക്ഷക പിന്തുണ കിട്ടിയ ഒരാളായിരുന്നു. വോട്ടിംഗ് വൈസ് ആണെങ്കിലും എല്ലാ വൈസ് ആണെങ്കിലും. ഇപ്പം ഞാൻ എത്ര പോൾ ഇട്ടിട്ടുണ്ട്, ആ പോളിൽ തന്നെ സിബിന് നല്ല ഫാൻസ് ഉണ്ട്. എത്ര പോൾ ഇട്ടുണ്ട് സിബിന് ആ സമയത്തോട്ടെ നല്ല ഫാൻസ്, നല്ല സപ്പോർട്ടിങ് കിട്ടിയ സിബിനായിരുന്നു. പക്ഷേ ആ ഒരു അതല്ല, നമ്മ എത്ര നല്ല ചെയ്താലും ഒരു തെറ്റുണ്ടെങ്കിൽ അതെല്ലാം പോകും, നല്ല ചെയ്ത കാര്യങ്ങൾ പോകുമെന്ന് പറഞ്ഞ പോലെ. അതുപോലെ സിബിനൊരു പ്രശ്നം വന്നപ്പോൾ മൊത്തം മോഹൻലാൽ വരെയും പറഞ്ഞു നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സംഭവം എല്ലാം താഴ്ന്നു പോയി. സിബിനപ്പോൾ ഡൗൺ ആയിപ്പോയി, മാനസികമായിട്ടും എല്ലാ രീതിയിലും ഡൗൺ ആയിപ്പോയി. പിറ്റത്തെ എപ്പിസോഡ് മുതൽ കാണാൻ സിബിൻ കയറിന് പറ്റാനുള്ള ടാസ്കുകളൊക്കെ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞ് കുറേ ആ സമയത്ത് ഒരുപാട് 3 ദിവസം മൊത്തം ഇതിനെ പറ്റിയുള്ള അഭിപ്രായമായിരുന്നു. സോഷ്യൽ മീഡിയയും ബിഗ് ബോസും സിബിൻ്റെ പേരുമ്പോൾ കണ്ടന്റ് ഇട്ടായിരുന്നു മെയിനായിട്ട് അവർ ഓടിയത്. സിബിന് പുള്ളിക്കാർ പറ്റില്ല എന്ന് പറഞ്ഞത് വെച്ചാൽ അത്രക്കും തളർന്നു പോയി എന്ന ആൾ പറയണത്. മാനസികമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെ സിബിന് പോയി. പിന്നെ നമ്മുടെ പൂജ പോയി. പൂജക്ക് ആ ഡിസ്ക് കംപ്ലൈൻറ്റ് വന്നതോടെ പൂജയും അങ്ങനെ പുറത്തേക്ക് പോയി. അപ്പോൾ എന്നുവെച്ചാൽ കുറച്ചും കൂടി ഡൗൺ ആയിപ്പോയി ഇവരുടെ ആ ഒരു എവിക്ഷനല്ല, പുറത്തു പോയി. അവർ പുറത്തു പോയപ്പോഴത്തേക്കും
കുറച്ച് ഡൗൺ മെയിൻ എൻ്റർടൈൻമെൻറ്റ് ആൾക്കാരായിരുന്നു ഇവരൊക്കെ. സിബിനാണ് ഏറ്റവും വലിയ അടിപൊളിയാണ്. സിബിൻ്റെ വർത്താനവും കോമഡിയാണെങ്കിലും എല്ലാ രീതിയിലും ജാസ്മിനിക്കും ഗബ്രിക്കും ഇട്ട് കൊടുക്കണ കൊട്ടാണേലും എല്ലാ രീതിയിലും നല്ല അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത് പോയോടെ എല്ലാം കയ്യിൽ നിന്ന് പോയി. പിന്നെ ആ വീക്കിൽ തന്നെ നമ്മളെ ജാൻമണിയും ഔട്ടായിപ്പോയി. ജാൻമണീൻ്റെ എവിക്ഷനും പോയി. എല്ലാം കൊണ്ടും ഒരു താഴ്ന്നു പോയ പോലെ നമുക്കൊരു ഫീൽ ഉണ്ടല്ല, ഒരു പ്രത്യേക എന്താ പറയാണ്, ഡൗൺ ആയിപ്പോയി മൊത്തം. TRP കുറഞ്ഞു പോയി. അങ്ങനെ TRP ഒക്കെ കുറച്ച് കുറഞ്ഞു പോയി. അതൊക്കെ ഗബ്രീൻ്റെ ഒരു എവിക്ഷൻ വന്നത്. ഗബ്രീൻ്റെ എവിക്ഷൻ വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടി TRP കയറി. ഗബ്രീൻ ഔട്ടാണെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവുമല്ലോ, ഗബ്രീൻ ജാസ്മിൻ്റെ എന്തായിരിക്കും റിയാക്ഷൻ, ജാസ്മിൻ കരയോ എന്തായിരിക്കും പ്രശ്നമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കയറി കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടുമാണ് ഹോട്ട് ടാസ്ക് വന്നത്. നമ്മുടെ ഈ കഴിഞ്ഞ വീക്കിൽ ഹോട്ട് ടാസ്ക് അറിയാലോ നമ്മൾ എന്തായിരുന്നു ശരിക്കും നടന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഹോട്ട് ടാസ്ക് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞത്. എന്നുവെച്ചാൽ ഇവർക്ക് പരസ്പരം ഒരു ഇതുമില്ല, ഒരു ടാസ്ക് ആയിട്ടല്ല കളിക്കണത്, ഒരു പേഴ്സണൽ രീതിയിലാണ് ഇവർ അത് കളിക്കണത്. ഒന്നാമത്തെ തരം തന്നെ ഈ സീസൺ 5 വരെയുള്ള ഓട്ടർ ടാസ്ക് നോക്കിയോ എന്താ അടിപൊളി കളിച്ചവർ. ഇപ്പോൾ ഒരു സീനില്ലാണ്ട് അവർ ക്യാരക്ടറെ കളിച്ച് ലാസ്റ്റ് ആ റോബിൻ്റെ മാത്രം ചെറിയ ഇഷ്യൂ വന്നത്. അല്ലാതെ അതിനു മുമ്പ് ഇവർ ക്യാരക്ടർ വൈസ് ആണ് അടിപൊളിയായിരുന്നത്. പക്ഷേ ഇവിടെ ക്യാരക്ടർ വൈസ് ഒന്നുമില്ല, മൊത്തം തല്ലുകൊടുത്തോ ഇതൊക്കെ ആയിരുന്നു മൊത്തം എന്ന് പറഞ്ഞാൽ. പക്ഷെ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അവരിന് മാത്രമല്ല, കുറച്ച് ഈ പുറത്തുനിന്ന ഗസ്റ്റൊക്കെ ഇവരെ നല്ല രീതിയിൽ നെഗറ്റീവ് അടിച്ചു വന്നത്. വെച്ചാൽ ഋഷിക്ക് നല്ല ഇത് കിട്ടി, ഓണേഴ്സായ പവർ ടീംസിന് കുറേ കിട്ടി. എന്നിട്ട് ഈ തെറ്റ് ചെയ്ത അപ്സരൻ്റെ ടീമിനെ ആരും ഒന്നും പറയാനില്ല. എന്ന് വെച്ചാൽ അവർ ഈ ടിപ്പിന് വേണ്ടി പുറകെ ഗസ്റ്റിനെ വെറുപ്പിച്ച് ഗസ്റ്റ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടും എന്നിട്ട് അവരാരും ഒന്നും പറയാനില്ല. അവർ സ്വയം ഇറങ്ങിപ്പോയിട്ടും അവരൊന്നും പറയാനില്ല. ഇന്നലെ നടന്നത് നമ്മൾ ഇന്നലെ കണ്ടല്ലോ. ഇന്നലെ ശരണ്യ പോയി റസ്മിന് യെല്ലോ കാർഡ് കൊടുത്ത്. റസ്മിനും ജാസ്മിൻ്റെ ഒരു സാധാരണ ഒരു ബിഗ് ബോസ് സീസണിൽ എല്ലാ ബിഗ് ബോസ് സീസണിലും ഒരു ഫിസിക്കൽ സോൾട്ടുന്ന സ്പോട്ട് എവിക്ഷൻ സാധാരണ നടക്കണം. ഇപ്പോൾ ഈ റോബിൻ്റെ കേസ് നോക്കിയാൽ റോബിന് ഇടിക്കാൻ പോയത് ഭയങ്കര ഇടിക്കാന്നില്ല, ജസ്റ്റ് അവനത്തെ തള്ളി ഒന്ന് പുഷ് ചെയ്ത് അതേ ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് അവൻ സ്പോട്ട് എവിക്ഷൻ ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ഒരാൾ എന്താണ് ഈ റസ്മിൻ കൊങ്ങ കയറി പിടിച്ചാൽ പിന്നെ എന്ത് പറയാനാണ്. കൊങ്ങ കയറി പിടിച്ചാൽ ഒരിക്കലും സ്പോട്ട് എവിക്ഷൻ ചെയ്യണം. ഇപ്പോൾ സിജോനെ പിടിച്ച് പല്ലടിച്ച് പൊട്ടിച്ച് റോക്കി, എന്നിട്ട് സിജോക്ക് പരാതിയില്ലാന്നുകൊണ്ട് സ്പോട്ട് എവിക്ഷൻ ചെയ്തില്ലേ, അതുപോലെ ഇതും ചെയ്യണം ശരിക്കും പറഞ്ഞാൽ. പിന്നെ ജാസ്മിൻ ജിൻജോനെ പിടിച്ച് തല്ലി, എന്നിട്ട് അത് ഒരു മൈൻഡ് ആക്കണം, സംഭവം നടന്നില്ല എന്നൊരു ചിന്തയിലാണ് ഇവർ പലരും ഇരിക്കുന്നത്. അടിച്ചോ ഓക്കെ എന്ന് പറഞ്ഞാൽ പോയി, എത്രേ ഉള്ളൂ, വലിയ കാര്യം ആക്കണില്ല. എന്താണെന്നറിയില്ല ഇവന്മാർ ചെയ്യേണ്ടത് ചെയ്യാനുള്ള, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതല്ല എൻ്റെ ഒരു അവലോകനമാണ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ കമൻറ്റായി പുറത്ത് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്താൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണെന്ന് കമൻറ്റ് ചെയ്യും, ഇഷ്ടപ്പെടാത്ത പ്ലെയർ ആരാണ് കമൻറ്റ് ചെയ്യും, ആര് കപ്പടിക്കുക കമൻറ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ വരുന്നതാണ്.